പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ദേശീയ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. ഹാക്ക് വെൽസ് 3.0 എന്ന പേരിൽ ഫെബ്രുവരി 27, 28 തീയതികളിലാണ് ഹാക്കത്തോൺ നടക്കുന്നത്. പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് ദേശീയ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഹാക്ക് ബെൽസ് 3.0 എന്ന പേരിൽ ഫെബ്രുവരി 27, 28 തീയതികളിലാണ് ഹാക്കത്തോൺ നടക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഭാഗവും സംയുക്തമായാണ് സംഘാടനമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ പ്രവർത്തനക്ഷമമായ പ്രോട്ടോടൈപ്പുകളും പ്രായോഗിക സാങ്കേതിക പരിഹാരങ്ങളും രൂപപ്പെടുത്താൻ പങ്കെടുക്കുന്നവരെ പ്രേരിപ്പിക്കുന്നതാണ്. ഇതാണ് പരിപാടിയുടെ പ്രധാന ഉദ്ദേശ്യം. കൂടാതെ സൃഷ്ടിപരമായ സാങ്കേതിക ചിന്ത വളർത്തുക, വ്യവസായപരമായ പരിചയം നൽകുക, പ്രൊഫഷണൽ നെറ്റ്വർക്ക് വികസിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ സാങ്കേതിക പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക എന്നിവയും ഈ പരിപാടി ലക്ഷ്യമിടുന്നു. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഹാക്കത്തോൺ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ പ്രവർത്തനക്ഷമമായ പ്രോട്ടോടൈപ്പുകളും പ്രായോഗിക സാങ്കേതിക പരിഹാരങ്ങളും രൂപപ്പെടുത്താൻ പങ്കെടുക്കുന്നവരെ പ്രേരിപ്പിക്കുന്നതാണ് പരിപാടിയുടെ പ്രധാന ഉദ്ദേശം. കൂടാതെ സൃഷ്ടിപരമായ സാങ്കേതിക ചിന്ത വളർത്തുക, വ്യവസായപരമായ പരിചയം നൽകുക, പ്രൊഫഷണൽ നെറ്റ്വർക്ക് വികസിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ സാങ്കേതിക പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക എന്നിവയും പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നു. NIT, IIT എന്നീ പ്രമുഖ ദേശീയ സ്ഥാപനങ്ങളിലെയും വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരത്തിനായി ലഭിച്ച ഏകദേശം 75 ആശയങ്ങൾ വിദഗ്ധർ പരിശോധിച്ചതിൽ നിന്ന് 20 ടീമുകളെ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 27 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡാറ്റ LC തിരുവനന്തപുരം ഹെഡ് V. ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ IAS മുഖ്യപ്രഭാഷണം നടത്തും. ശ്രീബുദ്ധ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ചെയർമാൻ പ്രൊഫസർ K. ശശികുമാർ അധ്യക്ഷത വഹിക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ K. കൃഷ്ണകുമാർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് വർഗീസ്, കമ്പ്യൂട്ടർ സയൻസ് ഡീൻ ഡോക്ടർ S. സുരേഷ് ബാബു, ഡോക്ടർ ആൻലിൻ ജബ്ബ, ഡോക്ടർ സുപ്രിയ LP, ഡോക്ടർ സുജിത് കുമാർ PS, സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ നേഹ സിജു, ആർച്ച B. സുനിൽ, ആദർശ് S. കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.